ഒരിടത്ത് ഒരു അമ്മപ്പൂച്ചയും കുഞ്ഞും ഉണ്ടായിരുന്നു. അമ്മ തൻ്റെ കുഞ്ഞിനെ നിധി പോലെ കാത്തുപോന്നു. ഒരു ദിവസം അമ്മപ്പൂച്ചയും കുഞ്ഞും കൂടി കാഴ്ചകൾ കണ്ട് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. അമ്മപ്പൂച്ച തിരിഞ്ഞു നോക്കി. അയ്യോ, ഒരു കരടി തൊട്ടു പിറകിൽ. എന്തു ചെയ്യണമെന്നറിയാതെ അമ്മപ്പൂച്ച ഒരു നിമിഷം പകച്ചുപോയി. പിന്നെ തൻ്റെ കുഞ്ഞിനെയും എടുത്ത് ഓടി. ഓട്ടം അവസാനിച്ചത് ഒരു പുഴയുടെ വക്കത്തായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. അമ്മപ്പൂച്ച കുഞ്ഞിനെയും എടുത്ത് പുഴയിലേക്ക് ചാടി. പുഴയുടെ മറുഭാഗത്ത് ഒരു മുയലമ്മയും കുഞ്ഞും താമസിച്ചിരുന്നു. മുയലമ്മ വെള്ളം കുടിക്കാനായി പുഴയുടെ തീരത്ത് എത്തിയപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞ് തീരത്ത് നനഞ്ഞു വിറച്ച് കിടക്കുന്നു. മുയലമ്മ ഉടനെ തന്നെ അതിനെ പതുക്കെ തൊട്ടു നോക്കി. അതിന് ജീവൻ ഉണ്ടായിരുന്നു. പിന്നെ അതിനെ തൻ്റെ മുതുകിൽ കിടത്തി. വീട്ടിൽ കൊണ്ടുവന്നു. നനവെല്ലാം ഉപ്പിമാറ്റി. ഭക്ഷണം നൽകി. തണുപ്പകറ്റാൻ തീ കാഞ്ഞു. കുഞ്ഞിപ്പൂച്ച ആരോഗ്യവാനായി. കുഞ്ഞിപ്പൂച്ച നടന്ന കഥയെല്ലാം മുയലമ്മയോട് പറഞ്ഞു. മുയലമ്മയും കുഞ്ഞിപ്പൂച്ചയും ചേർന്ന് അമ്മപ്പൂച്ചയെ പുഴയിലാകെ അന്വേഷിച്ചു. പക്ഷേ കണ്ടെത്തിയില്ല. പിന്നീടൊരു ദിവസം കുഞ്ഞിപ്പൂച്ച അമ്മയെ പിരിഞ്ഞ സങ്കടത്തോടെ കരഞ്ഞു നടക്കുമ്പോൾ ഒരിടത്ത് അമ്മയുടെ വസ്ത്രത്തിൻ്റെ അടയാളം കണ്ടു. ഇത് കണ്ട കുഞ്ഞിപ്പൂച്ച ഓടിച്ചെന്നു. നോക്കിയപ്പോൾ കണ്ടത് തൻ്റെ അമ്മയുടെ അസ്ഥിക്കൂടമായിരുന്നു. കുഞ്ഞിപ്പൂച്ചയ്ക്ക് സങ്കടം അടക്കാനായില്ല. കുഞ്ഞിപ്പൂച്ച വാവിട്ടു കരഞ്ഞു. മുയലമ്മ അമ്മപ്പൂച്ചയ്ക്ക് വേണ്ടി കുഴിമാടം തയ്യാറാക്കി. അമ്മപ്പൂച്ചയെ സംസ്കരിച്ചു. കുഞ്ഞിപ്പൂച്ച സങ്കടത്തോടെ അവിടെ തന്നെ ഇരുന്നു. ആ സമയത്ത് മുയലമ്മയുടെ മകനായ മുയൽക്കുഞ്ഞ് കുഞ്ഞിപ്പൂച്ചയുടെ അടുത്തേക്ക് ചെന്നു. അവനെ സമാധാനിപ്പിച്ചു. സഹജീവികളോടുള്ള സ്നേഹത്തിൻ്റെ മുയലമ്മയുടെ കഥ നിങ്ങൾ കേട്ടല്ലോ. ഈ കഥ നമ്മൾക്ക് എല്ലാവർക്കും ഒരു സന്ദേശമാണ്.